എന്തായാലും വെട്ടിപ്പൊളിയുന്ന വെയിലിന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. കൊടും ചൂടിൽ വിയർത്തൊലിക്കുകയാണ് കേരളം. താപനില 35-38 പിന്നിട്ട് 40 അത് പതിയെ കടന്നിരിക്കുകയാണ്. ചൂട് ക്രമാതീതമായി വരുമ്പോൾ മലയാളിയുടെ ആരോഗ്യത്തെ മാത്രമല്ല ഉപജീവനത്തെയും, അതായത് നമ്മുടെ അന്നത്തെ പോലും പ്രതികൂലമായത് ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ചൂട് കനത്തോടെ വൈദ്യുപഭോഗത്തിൽ സർവകാല റെക്കോർഡാണ്. കേരളം അത്യുഷ്ണത്താൽ ചുട്ടുപൊള്ളുകയാണ്. കൊല്ലവും പാലക്കാടും വെന്തുരുകാൻ തുടങ്ങിയിട്ട് മാസം 3 കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തിയത് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനിയും വരാത്ത വേനൽ മഴയെ കാത്തിരിക്കുന്ന മലയാളിയോട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് പറയാനുള്ളത് ഇനി 5 ദിവസത്തേക്ക് കാര്യമായ മഴ പ്രതീക്ഷിക്കേണ്ട എന്നാണ്. ഫെബ്രുവരി മുതൽ തുടങ്ങിയ ചൂടാണ്. ആദ്യം വിയർത്തും പിന്നെ വെള്ളം കുടിച്ചും തുടങ്ങിയ മലയാളിക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശനിയാഴ്ച വരെ പാലക്കാട് 40 ഡിഗ്രി വരെയും കൊല്ലത്ത് 38 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇത്തരം മുന്നറിയിപ്പുകൾക്കൊപ്പം ക്രമാതീതമായി ചൂട് വർദ്ധിക്കുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ജനങ്ങൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധർ പറയുന്നു. ഒന്ന്, ചൂട് വളരെയധികം കൂടുന്നു. നമ്മുടെ ശരീരം അതിനനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മറ്റൊന്ന്, ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ പോലും ജലാംശം കുറവാണെങ്കിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ദാഹിക്കുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ. പക്ഷേ ചൂട് സമയത്ത് ദാഹം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുകയും സൂര്യാഘാതം ഏൽക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളം കുടിക്കുക. ദാഹിച്ചില്ലെങ്കിൽ പോലും ഒരു ദിവസം 2-3 ലിറ്റർ വെള്ളം കുടിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ മുറിക്കുള്ളിൽ ഇരുന്നാൽ പോലും സൂര്യാഘാതം ഉണ്ടാകാം. ജനലും വാതിലുകളും തുറന്നിടുക എന്നുള്ളതാണ്. മലയാളിയുടെ ആരോഗ്യത്തെ മാത്രമല്ല ഉപജീവനത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് നിർബാധം തുടരുന്ന ഈ ചൂട്. പാലക്കാട് മറുവക്കാട് സ്വദേശി സുമതി മുരളീധരന്റെ കുളത്തിലെ മീനുകൾ ചൂടിനെ തുടർന്ന് ചത്തുപൊങ്ങി. സംഭവത്തിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. ഒപ്പം കനത്ത ചൂടേറ്റ് വാടുകയാണ് വിഷു വിപണിയും. പ്രധാന വിപണന കേന്ദ്രങ്ങളിലേക്കൊന്നും ചൂട് കാരണം ആളുകൾ സാധനം വാങ്ങാനെത്തുന്നില്ല. അതിന് ചൂടുകൊണ്ട് ആളുകൾ വെളിയിറങ്ങാതെ കച്ചവടം വളരെ കുറവ്. സാധനങ്ങളൊക്കെ ഉണ്ട്, തിരക്ക് കുറവാണ്, വലിയതൊന്നുമില്ല. ഇതിനിടെ വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ വൈകിട്ടോടെ സംസ്ഥാനം സർവകാല റെക്കോർഡിലേക്കെത്തി. ഇന്നലത്തെ വൈകിട്ടത്തെ വൈദ്യുതി ആവശ്യകത 5933 മെഗാവാട്ടായിരുന്നു. അണക്കെട്ടുകളിൽ ജലദൗർലഭ്യം തുടരുകയും താപനില കുറയാതെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ഇത് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. കത്തുന്ന വെയിലിൽ വിയർക്കുകയാണ് കേരളം. വേനൽ മഴ ലഭിക്കാൻ ഇനിയും വൈകുമെന്ന മുന്നറിയിപ്പുണ്ട്. നമ്മുടെ സുരക്ഷിതത്വം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജാഗ്രതയോടെ ഇരിക്കാം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.